നാടകം 14 ശ്ലോക 4. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവ അഭിപുത്രീഃ കപിലഞ്ച സുതം സ്വം ഏവ പശ്ചാത് സ്വഗതിം ച അപി അനുഗൃഹ്യ നിർഗതഃ അഭൂഃ. സ്തുവതേ തന്നെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവനും പുളകാവൃതായ ഭഗവാനെ കണ്ട് ആനന്ദത്തിൽ പുളകിതനായവനും തസ്മൈ അങ്ങനെയുള്ള കർദമൻ മനുപുത്രിയും സ്വയംഭുവമനുവും ശതരൂപദേവിക്കുമുണ്ടായ മകൾ ദയിതാം പത്നിയായിട്ട് നവ 9 അപ്പോൾ പുത്രീഹി പുത്രിമാരെയും കപിലശ്ച കപിലൻ എന്ന സുതം മകനായി സ്വമേവ ഭഗവാൻ തന്നെ പശ്ചാത് പിന്നീട് സ്വഗതിയും മോക്ഷത്തെയും ച കൂടി അപി അപ്പോൾ അനുഗ്രഹിക്കുകയും നിർഗതക അപ്രത്യക്ഷനായി അഭൂഹു ആ ഭഗവാൻ. അപ്പോൾ ഈ ദശകത്തിൽ നമ്മൾ കപിലാവതാരത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇവിടെ ഭഗവാനെ നന്നായി സ്തുതിച്ചു കൊണ്ട് ഇരുന്ന് ഭഗവാനെ കണ്ടതിൽ ആ ആനന്ദത്താൽ ഉണ്ടാകുന്ന പുളകം കൊണ്ട് അങ്ങനെ സന്തുഷ്ടനായി നിൽക്കുന്ന ആ കർദമൻ എങ്ങനെയാണ് ആ സ്വയംഭൂ മനുവിൻ്റെയും ശതരൂപിക്കും ഉണ്ടായ മകളെ തനിക്ക് പത്നിയായി ലഭിക്കുകയും അങ്ങനെ അവർക്ക് 2 പേർക്കും ചേർന്ന് 9 പുത്രിമാരുണ്ടാവുകയും ഒരു മകൻ ജനിക്കുകയും ചെയ്തു. ആ മകനാണ് കപിലൻ എന്ന പേര്. ആ മകൻ ഭഗവാനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരം തന്നെയാണ്. അതിനുശേഷം ആ കർദമന് മോക്ഷത്തെ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ വിധം നിനക്ക് എല്ലാവിധ മംഗളങ്ങളും നൽകുമെന്ന് അങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനാവുകയും ചെയ്തു. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീഃ കപിലഞ്ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഃ. താങ്ക് യു.